വന്ന് കയറിയില്ല, അതിനു മുമ്പേ ജാസ്മിനെ പുകഴ്ത്തൽ തുടങ്ങിയിരിക്കുകയാണ് കേട്ടോ ഗബ്രി. വളരെ അടിപൊളിയായിട്ട് സർപ്രൈസ്ഡ് ആയിട്ടുള്ളൊരു റീ എൻട്രി ആയിരുന്നു ഗബ്രിയുടെ. വെളുപ്പാങ്കാലത്ത് ഉറങ്ങിക്കിടന്ന ജാസ്മിനെയാണ് വിളിച്ചെണീപ്പിച്ച് സർപ്രൈസ് കൊടുത്തത്. ജാസ്മിനാണെങ്കിൽ പല്ലുപോലും തേക്കാതെയാണ് ഗബ്രിയുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. എല്ലാവരും എണീറ്റു, മോർണിംഗ് മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഇട്ട് എല്ലാവരും ഡാൻസൊക്കെ കളിച്ച് തിരിച്ചുപോയി. അങ്ങനെ ഇവർ അവരുടേതായ സ്വകാര്യതയിൽ മുറിയിൽ കയറി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഗബ്രി പറയുന്നത്, നിന്റെ ബോഡിയൊക്കെ അടിപൊളിയായിട്ടുണ്ട്, നിന്റെ ജോ ലൈനൊക്കെ നല്ല ഷാർപ്പായിട്ടുണ്ട്, ഈ ജോ ലൈനൊക്കെ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, ഈ ബോഡിയൊക്കെ ഇതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് ഇനി കൂടുതൽ തടി വെക്കേണ്ട എന്നായിരിക്കും ഉദ്ദേശിച്ചത്. കാരണം ബിഗ് ബോസിൽ ഇത്രയും നാൾ നിന്നിട്ട് ജാസ്മിൻ വന്നതിൻ്റെ പകുതി ആയിട്ടുണ്ട്, നമുക്ക് കണ്ടറിയാം, നല്ലോണം ക്ഷീണിച്ചിട്ടുണ്ട് ജാസ്മിൻ. അതുകൊണ്ടായിരിക്കും ഗബ്രി പറഞ്ഞത്, ഇനി നീ ഈ ഒരു ബോഡി, ഈ ഒരു ഫിഗർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, നീ ഇപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ജീവന് തുല്യം പ്രണയിക്കുന്ന ഒരാൾ, അങ്ങനെ തന്നെ പറയാം, അങ്ങനെയാണല്ലോ. അപ്പോൾ ജാസ്മിൻ ജീവന് തുല്യം പ്രണയിക്കുന്ന ഗബ്രി, നീ സുന്ദരിയാണ്, നീ അടിപൊളിയാണ്, നീ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഏതൊരു പെണ്ണിനാണ് നാണം വരാത്തത്? ജാസ്മിൻ അങ്ങ് നാണം കൊണ്ട് പുളകിതയാവുകയാണ്. വിഷയം മാറ്റിവിടുകയാണ് ജാസ്മിൻ. കാരണം ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് ജാസ്മിൻ നല്ലോണം പൊളിയുന്നുണ്ട്, നാണം വന്നിട്ടാണ്. അപ്പോൾ വേറെ വിഷയത്തിലേക്ക് മാറ്റിവിടുകയാണ് ഗബ്രീനെ.